ഹലോ കൂട്ടുകാരി, PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കാഷീസ് വേൾഡ് എന്നാണ് ഈ PSC ചാനലിൻ്റെ പേര്. PSC അല്ലാതെയുള്ള വീഡിയോസ് ഇത് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വീണ്ടും PSCയിലെ ക്ലാസ് ഇടാൻ തുടങ്ങിയിരിക്കുകയാണ്. ഓൾറെഡി ഇത് എടുത്ത് വെച്ചിട്ടുള്ളതും കൂടെ ആയിരുന്നു. അപ്പോൾ PSCയിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു പാർട്ടാണ് മലയാളത്തിൽ ശൈലികൾ എന്ന് പറയുന്നത്. ശൈലികൾ എന്ന് പറയുന്ന ഭാഗം പ്രധാനമായിട്ടും ചോദിക്കുന്നതാണ്. അപ്പോൾ അത് LGS മാത്രമേ മലയാളം ഇല്ലാതെ ഉള്ളൂ, മലയാളം ഇംഗ്ലീഷും ഇല്ലാതെ ഉള്ളൂ. ബാക്കി എല്ലാ എക്സാമിനും മലയാളം ഇംഗ്ലീഷും ഉള്ളതാണ്. അപ്പോൾ ഇത് മിക്ക എക്സാമിനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസൂടെ ചേർത്ത് ഞാൻ എഴുതി വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഐവറി ടവർ എന്ന് പറഞ്ഞാൽ ദന്തഗോപുരം. ഐവറി ടവർ എന്ന് പറയുന്ന ആ ശൈലിയുടെ മലയാളം എന്ന് പറയുന്ന ദന്തഗോപുരം. ഹെർക്യൂലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഭഗീരഥ പ്രയത്നം. എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ സാക്ഷി. വിറ്റ്നസ്സിനെ എക്സാം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിസ്തരിക്കുക, വിറ്റ്നസ്സിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കുക, സാക്ഷിയെ വിസ്തരിക്കുക, സാക്ഷിക്ക് പറയാനുള്ള കേൾക്കുക. എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ്, സാക്ഷി വിസ്താരം. ആപ്പിൾ ഇൻ ഓൺസ് ഐ, അതായത് ഒരാളുടെ കണ്ണിലെ ആപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? കൺമണി, അതായത് നമ്മൾ കൃഷ്ണമണി എന്നൊക്കെ പറയില്ലേ, അതാണ്. ഇനി ഫോർബിഡൻ ഫ്രൂട്ട് എന്ന് വിലക്കപ്പെട്ട കനി, അതായത് ഒരാൾക്ക് പറഞ്ഞിട്ടില്ലാത്തത്. ഫോർബിഡൻ ഫ്രൂട്ട്, വിലക്കപ്പെട്ട കനി. ഈ ഹെർക്യൂലിയൻ ടാസ്കും ആപ്പിൾ ഇൻ ഓൺസ് ഐ ഒക്കെ, ഈ ഫോർബിഡൻ ഫ്രൂട്ടൊക്കെ ഒത്തിരി പ്രാവശ്യം PSC എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. വിലക്കപ്പെട്ട കനി. നെക്സ്റ്റ് ഹൈവേ മാൻ എന്ന് പറഞ്ഞാൽ പിടിച്ചുപറിക്കാരൻ. അതായത് ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ഇല്ലേ ആൾക്കാർ പോക്കറ്റ് അടിക്കുകയും മാല പൊട്ടിച്ചുകൊണ്ടൊക്കെ പോകുന്നത്. അപ്പോൾ അത് റോഡിൽ വെച്ചിട്ടല്ലേ, അതുകൊണ്ട് അതാണ് ഹൈവേ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഹൈവേ മാൻ എന്ന് പറഞ്ഞാൽ പിടിച്ചുപറിക്കാരൻ. ലെറ്റ് ദി ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞാൽ എന്താ? ലെറ്റ് ദി ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗിലുള്ള ഇത് ക്യാറ്റ് പുറത്ത് ചാടുക എന്ന് പറഞ്ഞാൽ എന്താ? അതായത് കള്ളം പറയുന്ന, ആരും അറിയാതെ വച്ചിരിക്കുന്ന കാര്യമാണ്. അതിനെ ഒന്നും ഇല്ലാത്ത കാര്യത്തിനെ നമ്മൾ ഉണ്ടെന്നും പറഞ്ഞ് പറയുന്നതാണല്ലോ കള്ളം. അപ്പം ബാഗിൽ പൂച്ച ആരും വെച്ചുകൊണ്ട് പോകില്ലല്ലോ. അപ്പോൾ ബാഗിലുള്ള ക്യാറ്റിനെ പുറത്ത് കാടിയെന്ന് പറഞ്ഞാൽ കള്ളി വെളിച്ചത്താവുക. അതായത് ഒരാൾ ഒരു കള്ളം പറഞ്ഞിട്ട് അത് എല്ലാവരും അറിയുന്നതിനെയാണ് കള്ളി വെളിച്ചത്താവുക എന്ന് പറഞ്ഞാൽ. ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞാൽ കള്ളി വെളിച്ചത്താവുക. അതായത് ഒരു ബാഗിനകത്ത് നമ്മൾ പൂച്ചയും വെച്ചുകൊണ്ട് ഒരിക്കലും പോവില്ല. അങ്ങനെ ചെയ്യുന്നതേ കള്ളമാണ്. പൂച്ചയും വെച്ചുകൊണ്ട് ബാഗിനകത്ത് ഒളിച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് പുറത്ത് ചാടുമ്പം പൂച്ചയെ കള്ളമായിട്ട് എടുക്കുക, അത് പുറത്ത് ചാടുമ്പം കള്ളം വെളിച്ചത്താവുക എന്നെടുക്കുക. പിന്നെ അപ്പോൾ ഒന്നും കൂടെ നമുക്ക് നോക്കാം. കുറച്ച് ഒരു 5 എണ്ണം വെച്ച് പോവാം, അല്ലെങ്കിൽ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും. ഒന്നും കൂടെ പറയാം. ഐവറി ടവർ എന്ന് പറഞ്ഞാൽ ദന്തഗോപുരം. ഹെർക്യൂലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഭഗീരഥ പ്രയത്നം. എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ സാക്ഷി വിസ്താരം. ആപ്പിൾ ഇൻ ഓൺ ഐ എന്ന് പറഞ്ഞാൽ കൃഷ്ണമണി, കൺമണി. ഫോർബിഡൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ വിലക്കപ്പെട്ട കനി. ഹൈവേ മാൻ എന്ന് പറഞ്ഞാൽ പിടിച്ചുപറിക്കാരൻ. ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞാൽ കള്ളി വെളിച്ചത്താവുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ പരിമിതമായ സാഹചര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇത് വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.